ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. തൃശൂർ വരവൂരിൽ ജനവാസ മേഖലയിൽ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ്. മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, അവിടെ വലിയ പ്രതിഷേധം തുടരുകയാണോ? ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥയുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ സൂരജ്? വിജയകുമാർ, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് 3 വാഹനങ്ങൾ ഈ വരവൂർ മാലിന്യ പ്ലാന്റിലേക്ക് എത്തിച്ചത്. അതായത് 3 കോഴി വേസ്റ്റ് കയറ്റി വന്ന വാഹനങ്ങൾ അതിവിടെ എത്തുന്നു, നാട്ടുകാർ തടയുന്നു. രാവിലെ മുതൽ തന്നെ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ കാണാം. വലിയ പോലീസ് സന്നാഹം എല്ലാം തന്നെ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ ഈ നാട്ടുകാർ ഈ വാഹനം തടഞ്ഞിട്ട് പോലീസ് ഇടപെട്ടിട്ട് പോലും നാട്ടുകാർ അയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇവർ പറയുന്ന കൃത്യമായി ജനവാസ മേഖലയിലാണ് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ്, വരവൂരിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം, അതിനുശേഷം പുറന്തള്ളുന്ന മാലിന്യം, അതെല്ലാം തന്നെ ഈ മേഖലയെ മലിനമാക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ വാഹനം തടഞ്ഞിട്ടത്. അതിനുശേഷം ഈ പോലീസ് ഇടപെട്ടെങ്കിൽ പോലും ഈ നാട്ടുകാർ ഒരു തരത്തിലും അനുനയിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ പോലീസ് ഇടപെട്ടുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ മാറ്റാനടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രതിഷേധം നിലനിൽക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഇത്തരം പ്രതിഷേധത്തിലേക്ക് പോയത്? ഇന്നലെ വൈകുന്നേരം ഈ മാലിന്യ പ്ലാന്റ് റൺ ചെയ്യുന്നതിന് വേണ്ടി രാത്രി ശ്രമം നടത്തി. അതായത് പഞ്ചായത്തിന് അനുമതി ലഭിച്ചോ ഇല്ല എന്നാണ് ഞങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് പഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത്. അവർ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ രാത്രി 12:30 അവിടെ കമ്പനി പ്രവർത്തനം ആരംഭിച്ചു. അതിലേക്ക് കൊണ്ടുവന്ന മാലിന്യ വണ്ടി മണ അടിച്ചുകൊണ്ട് നാട്ടുകാർ തടഞ്ഞിട്ടു. ഒരു വണ്ടി അതിനകത്തേക്ക് പോയി, 2 വണ്ടികൾ ജനങ്ങൾ തടഞ്ഞിട്ടു. പോലീസ് വന്ന് കമ്പനി അധികൃതരും പോലീസും കൂടി വണ്ടി മാലിന്യ പ്ലാന്റിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. ജനകീയമായി ജനങ്ങളെ അതിനെ നേരിട്ടു. അതിനടിസ്ഥാനത്തിൽ പോലീസ് ഡ്രൈവറെയും ഇവിടുന്ന് കൊണ്ടുപോയി. ഇന്ന് രാവിലെ പ്രതിഷേധം വീണ്ടും തുടരുകയാണ്. യാതൊരു തരത്തിലുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പിന്തുണയും ഈ പ്ലാന്റിനില്ല. എല്ലാവരും ഈ പ്ലാന്റിനെതിരാണ് ഇവിടുത്തെ ജനങ്ങൾ. പഞ്ചായത്ത് ഉറപ്പ് നൽകിയതാണ് എല്ലാ തരത്തിലുള്ള ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയിട്ടാണ് ഈ പ്ലാന്റ് കൊണ്ടുവരുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു ജനതയും ബോധവൽക്കരണം നടത്തുകയോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യം ചെയ്യാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. ADM വിളിച്ചു ചേർത്ത മീറ്റിങ്ങിലും കളക്ടർ വിളിച്ചു ചേർത്ത മീറ്റിങ്ങിലും ഒക്കെ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയതാണ്. ഈ നിൽക്കുന്നത് ഇന്നലെ വാഹനം തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ വാഹനം ഇടിച്ച് പരിക്കേറ്റ ആളാണ്. എന്താ ചേട്ടാ സംഭവിച്ചത്? കമ്പനിയുടെ ഓണർമാരാണ് എന്നെ കണ്ടിട്ട് അവർ എൻ്റെ നേരെ വാഹനം എടുത്ത് പാഞ്ഞു വരികയായിരുന്നു. ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ വാഹനം തടയാൻ ശ്രമിച്ചു. അവരുടെ വാഹനം വരികയായിരുന്നു. എന്തോ ചെറിയ കശപിശ ഉണ്ടായി അവർ വാഹനം ഓടിച്ചു വരുന്നു. അപ്പോഴാണ് എന്നെ കണ്ടത്. അവർ ഞാൻ വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ നേരെ വാഹനം ഓടിച്ചു വരികയും എന്നെ ഇടിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ ഒഴിഞ്ഞു മാറി. മാരകമായിട്ടുള്ള ആയുധം എടുത്ത് എൻ്റെ കയ്യിന് നേരെ ആക്രമിച്ചു. കൈവച്ച് തടഞ്ഞു. കയ്യിന് മുറിവുണ്ട്. വിജയകുമാർ, അതായത് പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്ത് വിശദീകരിക്കുന്ന ഈ പ്രവർത്തനാനുമതി കൊടുത്തിട്ടുണ്ടോ എന്നെ സംബന്ധിച്ചൊരു വ്യക്തമായ മറുപടി പഞ്ചായത്ത് നൽകുന്നില്ല. അതിനിടയിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഈ പ്ലാന്റ് ഒരു ട്രയൽ റൺ നടത്തുന്നതിന് വേണ്ടി ഈ ലോഡ് എത്തിക്കുന്നത്, പിന്നീട് ട്രയൽ റണ്ണിലേക്കൊക്കെ പോകുന്നത്. ആ സമയത്ത് നാട്ടുകാർ ഇവിടെ എത്തിച്ച മാലിന്യം തടയുകയായിരുന്നു. അതാണ് ഇപ്പോൾ വരവൂരിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. വിജയകുമാർ, യെസ്, ഈ ദൃശ്യങ്ങൾ വരവൂരിലാണ്, തൃശ്ശൂർ വരവൂരിലാണ്. അവിടെ ജനവാസ മേഖലയിൽ അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ വലിയ പ്രതിഷേധമുണ്ട്. ഈ പ്ലാന്റിന് അനുമതി നൽകിയിട്ടുണ്ടോ എന്നതിൽ പഞ്ചായത്ത് ഒരു വിശദീകരണം നൽകിയിട്ടുമില്ല. മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു.